9th സ്റ്റാൻഡേർഡിലെ കെമിസ്ട്രിയിലെ ചാപ്റ്റർ 3 എന്ന കെമിക്കൽ ബോണ്ടിംഗ് എന്ന പാഠത്തിലെ അടുത്ത ഭാഗം. Energy is released when atom becomes negative ions by accepting electrons. This energy difference is called electron gain enthalpy. ഒരു ആറ്റം ഇലക്ട്രോൺ സ്വീകരിച്ച് നെഗറ്റീവ് അയോണായി മാറുന്നു. അപ്പോൾ എന്താണ്? ഒരു ഊർജം പുറത്തുവിടുകയാണ് അപ്പോൾ ചെയ്യുന്നത്. ഈ ഊർജ വ്യത്യാസത്തെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് വിളിക്കുന്നു. Electron gain enthalpy is the energy released when an electron is added to a neutral gaseous atom to form a negative ion. ഒരു നിർവീര്യമായ വാതക ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ കൊടുത്ത് അതിനെ നെഗറ്റീവ് അയോണാക്കി മാറ്റുന്ന പ്രവർത്തനത്തിൽ പുറത്തുവിടുന്ന ഊർജത്തെ ഇലക്ട്രോൺ ആർജിത എൻതാൽപ്പി എന്ന് വിളിക്കുന്നു. Analyze the illustration regarding electron transfer and the arrangement of electrons in shells in each atom during the formation of sodium chloride. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ ഓരോ മൂലക ആറ്റത്തിലും നടക്കുന്ന ഇലക്ട്രോൺ കൈമാറ്റം ഷെല്ലുകളിലെ ഇലക്ട്രോൺ ക്രമീകരണത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാം. സോഡിയം ക്ലോറിൻ കണ്ടോ, വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവും സ്വീകരിക്കുമ്പോൾ നെഗറ്റീവ് ചാർജുമായി മാറുന്നു. നോട്ട് ദ ഫോർമേഷൻ ഓഫ് സോഡിയം അയൺ ഫ്രം സോഡിയം ആറ്റം ആൻഡ് ക്ലോറൈഡ് അയൺ ഫ്രം ക്ലോറൈൻ ആറ്റം ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വന്നെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ദ മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റിംഗ് ഇലക്ട്രോൺസ് ഓഫ് ദ outermost shell using dots around the symbol of an element was first introduced by the chemists Gilbert and Lewis. Cross symbols are also used instead of dots. Only valence electrons are marked around the symbol of an element. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെ കുത്തുകൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന രീതി കൊണ്ടുവന്നത് ഗിൽബർട്ട് ആൻഡ് ലൂയിസ് എന്ന ശാസ്ത്രജ്ഞനാണ്. കുത്തുകൾക്ക് പകരം ഗുണന ചിഹ്നങ്ങളും ഉപയോഗിക്കാറുണ്ട്. മൂലകത്തിൻ്റെ പ്രതീകത്തിന് ചുറ്റും ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകൾ മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. യു നോ ദാറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ഈസ് 281 ആൻഡ് ദാറ്റ് ഓഫ് ക്ലോറിൻ ഈസ് 287. സോഡിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 281 ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 287 നോട്ട് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് സോഡിയം ആറ്റം ഗിവൺ ബിലോ. സോഡിയം ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം നൽകിയിരിക്കുന്നത് നോക്കൂ. റെപ്രസെൻറ്റ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ക്ലോറിൻ ആറ്റം. ക്ലോറിൻ ആറ്റത്തിൻ്റെ ഡയഗ്രാം ഇതുപോലെ വരയ്ക്കണം. എങ്ങനെയാണ് നമുക്ക് ഇതുപോലെ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുക? ഇപ്പോൾ സോഡിയത്തിൻ്റെ എങ്ങനെയാണ് മുകളിൽ ഒരു ഡോട്ടേ ഉള്ളൂ അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ ഒരു ഡോട്ടാണെന്ന് മനസ്സിലാക്കിയത്? ലാസ്റ്റ് നമ്പർ 1 ആണല്ലോ, ആ 1 നമ്മൾ മുകളിൽ പോയിട്ടിടുന്ന ആ ഡോട്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ക്ലോറിൻ എത്രയാണ്? നമുക്ക് ക്ലോറിൻ 287 ആണ്. നമുക്ക് എങ്ങനെ ഡോട്ട് ചെയ്യാം? ക്ലോറിൻ ലാസ്റ്റ് നമ്പർ 7 ആണ്. അപ്പോൾ നമുക്ക് 7 ഡോട്ട്സ് ഇടാം. 1 2 3 4 5 6 7. ഡോട്ട് അല്ലാതെ നമ്മൾ എക്സ് എന്ന രൂപത്തിലും നമുക്കിത് ചെയ്യാം. എങ്ങനെ? CL എക്സ് എന്ന രൂപത്തിൽ എഴുതുമ്പോൾ 1 2 3 4 5 6 7. ലാസ്റ്റ് നമ്പർ ഏതാണോ അതാണ് നമ്മൾ ഡോട്ട് രൂപത്തിലായാലും എക്സ് രൂപത്തിലായാലും നമ്മൾ എഴുതുന്നത്. നോട്ട് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൻ്റെ ഡോട്ട് ഡയഗ്രാം ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. സോഡിയം വിട്ടുകൊടുത്തിട്ടുണ്ട് അല്ലേ? എത്ര? ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവായി. ക്ലോറിൻ അത് സ്വീകരിച്ചതിനാൽ നെഗറ്റീവ് ചാർജായിട്ടും മാറി. അനലൈസ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം of the formation of sodium chloride and the illustration showing the arrangement of electrons in shells during the formation of sodium chloride. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൻ്റെ ഡയഗ്രവും സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിന് ഷെല്ലുകളിൽ ഇലക്ട്രോൺ ക്രമീകരണത്തിലൂടെയുള്ള ചിത്രീകരണവും ഇവിടെ തന്നിട്ടുണ്ട്. അത് നന്നായി നോക്കി ഇവിടെ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്.
സോഡിയം ബിഫോർ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനം മുമ്പ് എങ്ങനെയായിരുന്നു? സോഡിയം രാസപ്രവർത്തനം മുമ്പ് എങ്ങനെയായിരുന്നു? അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 2, 8, 1 ആയിരുന്നു. എങ്കിൽ ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനത്തിന് ശേഷം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു അല്ലേ? അപ്പോൾ 2, 8. ഇനി ബിഫോർ കെമിക്കൽ റിയാക്ഷൻ ആരുടെ? ക്ലോറിൻ്റെ. മുമ്പ് എത്രയായിരുന്നു? 2, 8, 7 ആയിരുന്നു. എങ്കിൽ ആഫ്റ്റർ ഇവിടെ വിട്ടുകൊടുത്തല്ലൊന്ന്, അപ്പോൾ അത് ക്ലോറിൻ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്ര? 7, 8 ആയി മാറി. അപ്പോൾ 2, 8, 8. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ഇലക്ട്രോണുകളുണ്ട്? 2, 8, 10, 10, 3, 11. അപ്പോൾ 11. 2, 8, 10, 17, 18. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്? പ്രോട്ടോൺസ് 11, 17, 17. ചാർജ് നമ്മൾ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് രാസപ്രവർത്തനത്തിന് മുമ്പ് ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പോൾ 0. രാസപ്രവർത്തനത്തിന് ശേഷം നമ്മൾ ഒരു ഇലക്ട്രോണാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ +1 ബിഫോർ കെമിക്കൽ റിയാക്ഷന് മുമ്പ് 0, ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ അല്ലേ? അപ്പോൾ ചാർജ് എത്രയായിട്ട് വരും? പോസിറ്റീവ് വഴി സ്വീകരിക്കുന്നത് കൊണ്ട് -1. ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സംഭവിക്കുന്ന ഇലക്ട്രോൺ കൈമാറ്റ സമവാക്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, sodium atom donates an electron and gets converted to sodium ion. സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്ത് സോഡിയം അയോണായി മാറുന്നു. ക്ലോറിൻ ആറ്റം അക്സെപ്റ്റ്സ് ആൻ ഇലക്ട്രോൺ ടു ഫോം ക്ലോറൈഡ് അയൺ. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ക്ലോറൈഡ് അയോണായി മാറുന്നു. The positive ions are formed by losing electron during chemical reactions are called gaseous, and the negative ions formed by accepting electrons are called anions. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് ഉണ്ടാകുന്ന പോസിറ്റീവ് അയോണുകളെ കാറ്റയോൺസ് എന്നും ഇലക്ട്രോണുകൾ സ്വീകരിച്ചുണ്ടാകുന്ന നെഗറ്റീവ് അയോണുകളെ ആനിയോൺസ് എന്നും വിളിക്കുന്നു. In sodium chloride, the sodium ion and chloride ion are held together by an ionic bond. The electrostatic force of attraction between the oppositely charged ions in an ionic compound is responsible for keeping them together. സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയോണിനെയും ക്ലോറൈഡ് അയോണിനെയും ചേർത്ത് നിർത്തുന്നത് അയോണിക ബന്ധനമാണ്. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണമാണ് അയോണിക സംയുക്തത്തിൽ അയോണുകളെ ചേർത്ത് നിർത്തുന്നത്. The electrostatic force of attraction that holds together the oppositely charged ions in an ionic compound is called ionic bond. Ionic bond is also known as electrovalent bond. അയോണിക സംയുക്തങ്ങളിൽ വിപരീത ചാർജുള്ള ഘടകങ്ങളെ അയോണുകളെ ചേർത്ത് നിർത്തുന്ന വൈദ്യുതാകർഷണ ബലമാണ് അയോണിക ബന്ധനം അഥവാ അയോണിക് ബോണ്ട്. അയോണിക ബന്ധനത്തിൽ മറ്റൊരു പേരാണ് ഇലക്ട്രോവാലന്റ് ബന്ധനം അഥവാ ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. You might have seen the burning of magnesium ribbon in air. What is the compound formed here? മഗ്നീഷ്യം റിബൺ വായുവിൽ കത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിലൂടെ ഏത് സംയുക്തമാണ് ഉണ്ടാകുന്നത്? മാഗ്നീഷ്യം ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. നോട്ട് ദ ഗീവൻ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് ഹാസ് ഹാപ്പൻഡ്. ഇവിടെ നടന്ന രാസസമവാക്യം ഇവിടെ തന്നിട്ടുണ്ട്. The electron dot diagram of the formation of magnesium oxide is given below. Examine the figure and complete the table. മാഗ്നീഷ്യം ഓക്സൈഡ് രൂപീകരണത്തിന് ഇലക്ട്രോൺ ഡയഗ്രാം ഡോട്ട് ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. അത് നോക്കി താഴെയുള്ള പട്ടിക പൂർത്തിയാക്കുക. മാഗ്നീഷ്യം ഓക്സിജൻ്റെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. കെമിക്കൽ റിയാക്ഷന് മുമ്പും ശേഷമുള്ളതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ മാഗ്നീഷ്യത്തിൻ്റെ എത്രയാണ്? 12 ആണ്. അപ്പം നമുക്കതിവിടെ എഴുതാം 2, 8, 2. ഇനി ആഫ്റ്റർ കെമിക്കൽ റിയാക്ഷൻ രാസപ്രവർത്തനത്തിന് ശേഷം എങ്ങനെയാണ്? ഈ 2 ഇലക്ട്രോൺ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ 2, 8 2 നമ്മൾ കൊടുത്തു. അപ്പോൾ ഓക്സിജൻ്റെ എത്രയായിരുന്നു?
2 8ആണല്ലോ അറ്റോമിക് നമ്പർ. അപ്പോൾ 2 6. അപ്പോൾ മാഗ്നീഷ്യം 2 ഇലക്ട്രോൺ കൊടുത്തു ആർക്ക്? ഓക്സിജന്. അപ്പോൾ ഈ 6 എത്രയായി? 8ആയി. 2 8 2 സ്വീകരിച്ചു. നമ്പർ ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? 12. ഇവിടെ 10 6 7 8 6 2 8 8 2 10 ഇലക്ട്രോൺസ് എഴുതി. നമ്പർ ഓഫ് പ്രോട്ടോൺസ് 12 8 8. ഇനി ചാർജ് ബിഫോർ കെമിക്കൽ റിയാക്ഷൻ എപ്പോഴും 0 ആയിരിക്കും. ഇനി ആഫ്റ്റർ എന്തായിരിക്കും? നമ്മൾ എത്രയാണോ കൊടുത്തത് വിട്ടുകൊടുക്കുന്നത് അതാണ് നമ്മൾ ചാർജിൽ എഴുതുന്നത്. +2. ഇനി ഓക്സിജൻ എത്രയാണ്? കെമിക്കൽ റിയാക്ഷൻ മുമ്പ്, രാസപ്രവർത്തനത്തിന് മുമ്പ് 0, അതിനുശേഷം -2 സ്വീകരിച്ചു കഴിഞ്ഞാൽ -2. വിച്ച് ആർ ദ അയോൺസ് പ്രസൻറ്റ് ഇൻ മാഗ്നീഷ്യം ഓക്സൈഡ്? മാഗ്നീഷ്യം ഓക്സൈഡിലെ അയോണുകൾ ഏതെല്ലാം? മാഗ്നീഷ്യം 2+, ഓക്സിജൻ 2 സ്വീകരിച്ചു. മാഗ്നീഷ്യം 2 വിട്ടുകൊടുത്തു, ഓക്സിജൻ 2 സ്വീകരിച്ചു. How many electrons are transferred from magnesium to oxygen during the formation of magnesium oxide? മാഗ്നീഷ്യം ഓക്സൈഡ് രൂപീകരണത്തിൽ എത്ര ഇലക്ട്രോണുകളാണ് മാഗ്നീഷ്യത്തിൽ നിന്ന് ഓക്സിജനിലേക്ക് കൊടുത്തത്? മാഗ്നീഷ്യം എത്രയാണ് വിട്ടുകൊടുത്തുള്ളത്? 2. It can be understood that an ionic bond is formed between magnesium and oxygen by the transfer of electrons during the formation of magnesium oxide. മാഗ്നീഷ്യം ഓക്സൈഡ് രൂപീകരിക്കപ്പെടുമ്പോൾ മാഗ്നീഷ്യവും ഓക്സിജനും ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്ത് അവയ്ക്കിടയിൽ അയോണിക ബന്ധനം ഉണ്ടാക്കുന്നു. The compounds that are formed by ionic bonding are known as ionic compounds or electrovalent compounds. അയോണിക ബന്ധനം വഴി ഉണ്ടാകുന്ന സംയുക്തങ്ങൾ അയോണിക സംയുക്തങ്ങൾ അഥവാ ഇലക്ട്രോവാലന്റ് സംയുക്തങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ്. അയോണിക സംയുക്തങ്ങളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? Ionic compounds are generally soluble in polar solvents such as water. അയോണിക സംയുക്തങ്ങൾ പൊതുവെ ജലം തുടങ്ങിയ പോളാർ ലായനികളിൽ ലയിക്കുന്നവയാണ്. They are non-volatile and hard. ഇവ ബാഷ്പീകരണ സ്വഭാവം ഇല്ലാത്തവയും കാഠിന്യമുള്ളവയുമാണ്. They exist as crystals in solid state. ഇവ ഖരാവസ്ഥയിൽ ക്രിസ്റ്റലുകളായി കാണപ്പെടുന്നു. Generally they have high melting points and boiling points. പൊതുവെ ഇവയ്ക്ക് വളരെ ഉയർന്ന ഉരുകൽ നിലയും തിളനിലയുമാണ് ഉള്ളത്. Ionic compounds are not conductors of electricity. In solid state they conduct electricity in molten and aqueous states. അയോണിക സംയുക്തങ്ങൾ ഖരാവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്നില്ലെങ്കിലും ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും വൈദ്യുതി ചാലകമായി പ്രവർത്തിക്കുന്നുണ്ട്.